ഞങ്ങളൊക്കെ മദ്ഹബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഷാഫി മദ്ഹബാന്ന് കിടക്കിടക്ക് പറയും. എന്താണെന്നറിയോ, ഈ ജീലാനി ദിനത്തിന്റെയും റബീഉൽ അവ്വലിന്റെയും ബദരീങ്ങളുടെ ആണ്ടിന്റെ അറിവ് നടത്തുന്ന ആളുകളുടെ നമ്മളിങ്ങനെ അതിന്റെ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നോക്കിണ്ടോ, 50, 60, 70 ഒരുക്കളെ കറക്കും. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യേണ്ട ബലിപെരുന്നാളിന് മഹലിന് അറിവ് നടത്താൻ ആളില്ല. 4 ആട്, 3 ആട്, ചിലയിടത്ത് 2 പോത്ത്, 3 പോത്ത്. അള്ളാഹ്ക്കുള്ളത് വളരെ കുറഞ്ഞ പോണത്. അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണെങ്കിൽ ഗംഭീരാണ്. ഇവിടെ നമ്മൾ ഏത് തട്ടിലാണ് ജീവിക്കുന്നത് വായിക്കും. അതിന്റെ ഉദാഹരണങ്ങളാണ് റമദാൻ 17-ന്റെ അന്ന് ബദരീങ്ങളുടെ പൊരുത്തവും തൃപ്തിയും ബിസ്മില്ലാഹിട്ട് ഇറക്കും. പക്ഷെ ഉദ്ദേശിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ബദരീങ്ങളുടെ ഖുർബത്താണ്. റബീഉൽ അവ്വലിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അതിന്റെ ചോറും അതിന്റെ അറവും നടത്തുന്നത് ഖുർബത്താണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ്. അതേപോലെ തന്നെയാണ് റബീഉൽ ആഖിറിൽ ജീലാനി ദിനത്തിന് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന വലിയ കൂറ്റൻ പോത്തുകളുടെ അറിവ് അള്ളാഹിന്റെ ഖുർബത്തല്ല, അത് ജീലാനിയുടെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ജീലാനിയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട. അതേ സമയത്ത് പല മഖാമുകളിൽ, ദർഗകളിൽ, പല ജാറങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട അറിവ് നടത്തുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് മൊത്തം നമുക്ക് പറയാം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നടത്തുന്ന ഈ അറിവ് നമുക്ക് പറ്റുമോ എന്ന്. അത് അറിവ് നടത്താൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ, അത് വിതരണം ചെയ്യാൻ പറ്റുമോ, നമ്മൾ എന്തായിരിക്കണം? എന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞ അഭിപ്രായമല്ല. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. നമ്മളൊക്കെ മദ്ഹബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഷാഫി മദ്ഹബാന്ന് കിടക്കിടക്ക് പറയും. ആ മദ്ഹബിലെ പണ്ഡിതൻ പറയാ, ഇമാം നവവി തങ്ങൾ പറയാണ്, അല്ലാഹു അല്ലാത്തവരുടെ വല്ലവരുടെയും പ്രതിഫലമോ പുണ്യമോ ബറക്കത്തോ പ്രതീക്ഷിച്ച് അറിവ് നടത്തിയാൽ, കമൻ ദബഹലി സ്വനമി ഏതെങ്കിലും വിഗ്രഹത്തിൽ നിന്ന്, അവിസ്വലീബി ഏതെങ്കിലും പുരുഷന്റെ മുമ്പിൽ, ഔലി മൂസാ നബിന്റെ പേരിൽ, ഔലി ഈസാ നബിന്റെ പേരിൽ, ഔലിൽ കഅബത്തി കഅബന്റെ പേരിൽ, കഅബയുടെ മുമ്പിൽ കഅബക്ക് വേണ്ടി, ഫകുല്ലു ഹാദാ ഹറാം. ഈസാ നബിക്കും മൂസാ നബിന്റെയും പേരിൽ അറിവ് നടത്താൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളത് പറ്റുക? അതിനേക്കാൾ വലുതാണോ ജീലാനി? അത് ഹറാമാണ്, അത് അത്തരം അറിവുകൾ നടത്താൻ പാടില്ല. ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന മറ്റൊരു പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ലൗദബഹ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അറിവ് നടത്തിയാൽ, അല്ലാഹു അല്ലാത്തവരുടെ വല്ല തഖർറുബും ഖുർബത്തും പുണ്യവും സാമീപ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അറിവ് നടത്തുന്നതെങ്കിൽ, സ്വാറ മുർത്തദ്ദാ, അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നവനായി മാറും. ഷാഫിഈ മദ്ഹബിലെ കിതാബിലെ ലേഖനം ഞാൻ വായിച്ചത്. സവാജിർ എന്ന കിതാബിലെ 2-ാം വാള്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെന്താ കാരണം? ഒട്ടനേകം ആയത്തുണ്ട്, ഒട്ടനേകം ഹദീസ് ഉണ്ട്. ഇങ്ങനെ പറ്റൂല. അല്ലാഹു അല്ലാത്തവരുടെ പുണ്യം പ്രതീക്ഷിച്ച്, ഖുർബത്ത് പ്രതീക്ഷിച്ച് അറിവ് നടത്തിയാൽ അവനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു.